ഹായ് ഫ്രണ്ട്സ്, ഋഷികാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫുഡിൻ്റെ വീഡിയോ ഇട്ടിരുന്നേ. അതിൽ മീനില്ലാതെ ഉണ്ടാക്കിയൊരു മീൻ കറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമേ. അപ്പോൾ നമുക്കിന്ന് അതുണ്ടാക്കിയേക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് വാഴയ്ക്കാണ് എടുത്തിരിക്കുന്നത്. വാഴയ്ക്കയും ഒരു വാഴയ്ക്ക മുഴുത്തതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണം എടുത്തരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4 കഷ്ണം, വലുതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് കരിയാപ്പില എടുക്കുക. വാഴയ്ക്ക ഞാൻ എടുത്തിരിക്കുന്നത് ഈ വാഴയ്ക്ക കണ്ടോണേ. ഈ വാഴയ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. കറിക്കായ അതാകുമ്പോൾ വേഗം വെന്തോളും കേട്ടോ. മറ്റേ വെച്ച് ഉണ്ടാക്കാമെന്ന് എനിക്കറിയത്തില്ല, ഞാനിത് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാമേ. കടുക് പൊട്ടിത്തെറിക്കുന്ന നേരം ഓടി രക്ഷപ്പെട്ടോണം, അല്ലെങ്കിൽ നമ്മളെ കണ്ണിൽ മുട്ടിലൊക്കെ ഇരിക്കും. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ എന്താ ഇടാൻ പോകുന്നതെന്നറിയാം? നമ്മുടെ വെളുത്തുള്ളി ചട്നി അങ്ങോട്ട് വെളുത്തുള്ളി ചട്നി ഇട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി ചട്നി അങ്ങിടും. ഇഞ്ചി ചട്നി വെളുത്തുള്ളി ചട്നി അങ്ങോട്ട് ഇട്ട് നന്നായി ഇളക്കിയെടുക്കും. പച്ചമണം മാറാൻ വരെ നമ്മൾ ഇളക്കണം കേട്ടോ. ഇളക്കിയതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ഇനി ഉലുവ ചട്നിയാണേ. ഉലുവ ചട്നി ഇപ്പോഴെന്താ ചേർക്കുന്നത് നിങ്ങൾ ആലോചിക്കും. എന്നാന്ന് ചോദിച്ചാൽ എണ്ണ മൂത്ത് വരുമ്പോൾ ഉലുവായിട്ട് കഴിഞ്ഞാൽ ഉലുവ കട്ടിയായി പോവേ. അപ്പോൾ നമ്മൾ അധികം നേരം എടുക്കുന്നില്ലല്ലോ വെന്ത് വരാനായിട്ട് ഈ കറി. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉലുവ കടിക്കും. അതുകൊണ്ടാണ് ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്ന മഞ്ഞൾപ്പൊടിയാണ്. ശകലം മഞ്ഞൾപ്പൊടി ഇടുന്നു, ശകലം മുളക് പൊടി ഇടുന്നു, ശകലം മല്ലിപ്പൊടി ഇടുന്നു. ഇത് മൂന്നും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ആ പച്ചമണം മാറും വരെ ഒന്നുകൂടെ അങ്ങോട്ട് ഇളക്കുക. ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ കരിയാപ്പില ചട്നി അങ്ങോട്ട് കൊടുക്കുക. കരിയാപ്പില ചട്നി അല്ലേ നമ്മുടെ പ്രധാന ആൾ. കരിയാപ്പില ചട്നി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്താ ഇടുന്നതെന്ന് അറിയാമോ? കുടംപുളിയാണ് ഇടുന്നത്. കുടംപുളി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന നേരത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പിടണേ. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഈ വാഴയ്ക്കയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ്, അതിൽ കൂടുതൽ വേകേണ്ടി വരില്ല ഈ കറിക്ക്. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നമ്മുടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുന്നവരും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.